നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സംഭാവനകൾ അയച്ചു തരണം, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്യണം. ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുക്കാൻ ജോയിൻ ബട്ടണിൽ അമർത്തിയാൽ മതി. ഇനി ഞങ്ങൾ വിഷയത്തിലേക്ക് വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ ആത്മീയത, പരിസ്ഥിതി, സാമൂഹ്യ വിഷയങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന അങ്ങനെ നിരവധി വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും, ഗ്ലോബൽ ആയിട്ടുള്ള പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ്, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ അഭിപ്രായം പറയാറുണ്ട്. അഭിപ്രായം പറയുന്നിടത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെക്കുറിച്ചും അഭിപ്രായം പറയും. അവിടെയൊന്നും ഞങ്ങൾ കണ്ണ് തുറന്നിരുന്നല്ല, കണ്ണടച്ചിരുന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറ്റവും പറയേണ്ടി വരും, വ്യവസ്ഥിതിയെക്കുറിച്ച് കുറ്റം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുമൊക്കെയുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ആദ്യമായൊരു മനോഹരമായൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. അതായത് ഭൂമിയിൽ ഒരുപാട് ആളുകൾ ജീവൻ കൊണ്ടുവരും, ജീവനുകൾ എടുക്കും. മഹത്തായ ജീവനുകളുണ്ട്, സാധാരണ ജീവനുമുണ്ട്. ജീവനുകൾക്ക് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ മഹത് കർമ്മങ്ങൾ, ജീവൻ സാധാരണ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ മഹത് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവർക്കും, ഭൂമിയിൽ വരുന്ന എല്ലാവർക്കും മഹത് കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. ചില ആളുകൾ ഓരോ മേഖലയിലും അവരവരുടെ കഴിവുകൾ തെളിയിച്ച് പോകും. ചില ആളുകൾ കഷ്ടപ്പെടും, ബുദ്ധിമുട്ട്. ഇതിങ്ങനെ എല്ലാം കൂടി ചേരുന്നതാണ് മനുഷ്യ സമൂഹം, ജീവിതം എന്ന് പറയുന്നത്. അവിടെ കാലത്തിൻ്റെ കാലക്കേടിനെ പരിഹരിക്കാൻ ഒരുപാട് അവധൂതന്മാർ മുമ്പേ വരും. അവരിൽ ഏറ്റവും പ്രമുഖനായി കേരള സമൂഹത്തെ ആകെ ഓടി നടന്ന് ഹൈന്ദവ നവോത്ഥാനത്തിനും സനാതനധർമ്മത്തിൻ്റെ പ്രചരണത്തിനുമൊക്കെ വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മഹാ അവധൂതനായിരുന്നു ചട്ടമ്പി സ്വാമി അവർകൾ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണിന്ന്, ജയന്തിയാണ്. 1853 ചിങ്ങമാസത്തിലെ ഭരണിനാളിലാണ് സ്വാമികളുടെ ജനനം. പിതാവ് വാസുദേവ ശർമ്മയും മാതാവ് തിരുനങ്കയും അയ്യപ്പൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട കുട്ടിയെ വിളിച്ചിരുന്നത് കുഞ്ഞൻ പിള്ള എന്നായിരുന്നു. ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും കഷ്ടപ്പെട്ടിരുന്നൊരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ബാല്യം കടന്നുപോയി. അദ്ദേഹത്തിന് വലിയ പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിരുന്നില്ല. എന്നാൽ അദ്ദേഹം കൊല്ലൂർ മഠമെന്ന ബ്രാഹ്മണ ഗൃഹത്തിലെ കുട്ടികളെ ഒരു അധ്യാപകൻ സംസ്കൃതം പഠിപ്പിക്കുന്നു. ബ്രാഹ്മണ കുട്ടികൾക്കാണെന്ന് സംസ്കൃതം കൂടുതൽ പഠിക്കാൻ കഴിയുക. ഇത് ഒളിഞ്ഞു നിന്ന് കേട്ട കുഞ്ഞനെ അധ്യാപകൻ വിളിച്ച് സാധാരണ ശാസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞൻ്റെ സംസ്കൃത കുട്ടികളെക്കാൾ കൂടുതൽ, ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഒളിഞ്ഞു നിന്ന് കേട്ടുപഠിച്ച ചട്ടമ്പി സ്വാമി എന്ന കുഞ്ഞനിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ കുഞ്ഞനെ അവിടെ ഇരുത്തി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പേട്ടയിൽ വളരെ പ്രസിദ്ധനായ തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷന് കേട്ട്, അവിടെ വളരെ കേരളവതി ഇരിക്കുന്ന അവിടെ വളരെ പ്രസിദ്ധമായ പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ ഒരു കുടിപ്പള്ളിക്കൂടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു സഭ തന്നെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. രാമൻപിള്ള ആശാൻ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ വേദങ്ങളും വേദാന്തവും സംഗീതവും കണക്കും സംസ്കൃതവും വ്യാകരണവും കാവ്യവും വൈദ്യശാസ്ത്രവും തർക്കശാസ്ത്രവും ജ്യോതിഷവും കായികശാസ്ത്രവും അതെന്തിനു പറയുന്നു, സകലകലാവല്ലഭനായ ഒരു ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റെ സകലകലാവല്ലഭനായി മാറുകയാണ്. ലോകം മുഴുവൻ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. ഇതിനിടയിൽ തൈക്കാട് അയ്യാഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയും ശിഷ്യത്വം സ്വീകരിച്ച് കുറച്ചു കാലമുണ്ടായിരുന്നു. ഘടയോഗം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനവിടെയായി. ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള വലിയ കമ്പനിയായിരുന്നു. അവർ രണ്ടുപേരും ഇരട്ട സഹോദരങ്ങളെപ്പോലെ, ഒരാൾ ഒരു സമുദായത്തിൽ, മറ്റൊരാൾ മറ്റൊരു സമുദായത്തിലാണ്. എങ്കിൽ പോലും അവർ രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിക്കുകയും അന്ന് വ്യാപകമായ മിഷണറി പ്രവർത്തനത്തിലൂടെ ആളുകളെ, ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് പാവപ്പെട്ട ഹിന്ദുക്കളെ, ദരിദ്രരായവരെ, പട്ടികജാതി പട്ടികവർഗത്തിൽ വരുന്ന ഹിന്ദുക്കളെയൊക്കെ ഇങ്ങനെ വ്യാപകമായി മറ്റ് മിഷണറി പ്രവർത്തനത്തിലൂടെയൊക്കെ ക്രിസ്ത്യൻ മതത്തിലേക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ അതിനൊക്കെ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ നന്മയെക്കുറിച്ച്, സനാതനത്തിൻ്റെ നന്മയെക്കുറിച്ചൊക്കെ വലിയ ക്ലാസ്സുകൾ എടുക്കുകയും വലിയ വിവരങ്ങൾ നേടുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസങ്ങളിലും മുസ്ലിം വിശ്വാസങ്ങളിലും ഇസ്ലാമിലും ക്രിസ്ത്യനിലും ഖുറാനിലും ബൈബിളിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാക്കിക്കൊണ്ടാണ് അല്ലാതെ വെറുതെ ഒരു ജാതി പറഞ്ഞ് മതം പറഞ്ഞല്ല അതിനെ എതിർത്തത്. അഗാധമായ പാണ്ഡിത്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരു അക്കാഡമീഷ്യനെ പോലെ അക്കാഡമിക് ഡിബേറ്റുകൾ നടത്തിയിട്ടാണ് അദ്ദേഹം ഹിന്ദുമതത്തെ പുനരുദ്ധരിച്ചത്. കേരള സമൂഹത്തിൻ്റെ തിരുവനന്തപുരത്ത് വാമനപുരത്ത് താമസിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനുമായി കൂടിക്കാഴ്ചയുണ്ടായ അവസരമുണ്ടായത് ചെമ്പഴന്തിക്കടുത്ത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. അവർ നിരന്തരം ആശയവിനിമയം നടത്തുകയും ഒന്നിച്ച് പോവുകയൊക്കെ ചെയ്തിരുന്നു. മടക്കയാത്രയിൽ അരുവിപ്പുറത്തെത്തി കുറച്ച് ദിവസം അവിടെ തങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ള 1892 വിവേകാനന്ദ സ്വാമികൾ കൊച്ചിയിലെത്തിയതനുസരിച്ച് ശിക്ഷയുടെ അപ്പുറത്തിൽ പറഞ്ഞ സ്വാമി വിവേകാനന്ദനുമായി സംവാദത്തിൽ ഏർപ്പെട്ടു. അവിടെയും രസകരം ചിന്മുദ്രയെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്ന വിവേകാനന്ദ സ്വാമികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതും പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്വാമികൾ വളരെ വളരെ വലിയ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി 19-ാം നൂറ്റാണ്ടിൻ്റെ കേരളം നിൽക്കുന്ന സാമൂഹ്യ പാരിസ്ഥിതികമായിട്ടുള്ള
എല്ലാ അതിദയനീയ അവസ്ഥയും മാറ്റുന്നത് ഹൈന്ദവ സമൂഹത്തിനിടയിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും തുല്യതയും ഒക്കെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് സ്വാമി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി എന്ന പേര് വന്നത് ക്ലാസ് ലീഡർ, മോണിറ്റർ എന്നുള്ള പേരിൽ, അല്ലാതെ നാട്ടിലിറങ്ങി ചട്ടമ്പിത്തരം കാണിച്ചതുകൊണ്ടല്ല. ക്ലാസ്സിലെ മിടുക്കനായ കുട്ടിയെ ക്ലാസ്സിലെ ലീഡറാക്കും, അപ്പോൾ മോണിറ്റർ എന്ന് പറയും. അതിന് അന്നിട്ടിരുന്നൊരു പേരാണ് ചട്ടമ്പി. അങ്ങനെ കുഞ്ഞൻ ചട്ടമ്പി സ്വാമിയായി, അത് പിന്നെ അയ്യപ്പനായി, അങ്ങനെ പല പേരുകളിലുമൊക്കെ അറിയപ്പെട്ടു. അവസാനം അദ്ദേഹം 1924 മെയ് 5 പന്മന എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് സമാധിയായത്. എന്തായാലും ഗുരുവിന് എല്ലാവിധ പ്രണാമവും അർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഗുരുശ്രേഷ്ഠന്മാർ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യാഗുരു, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, ഇങ്ങനെ തുടങ്ങിയ ആത്മീയ ഭൗതിക ഗുരുക്കന്മാർ നേടിത്തന്ന മണ്ണിലാണ് നാം നിന്നുകൊണ്ടിപ്പോൾ ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പാദങ്ങളിൽ നമുക്ക് നമ്രശിരസ്കരാവാം. ഇങ്ങനെയുള്ള മഹത്തായ ജീവനുകൾ ഇനിയും ഉണ്ടാകട്ടെ. കാലം അത് ആവശ്യപ്പെടുന്നു.